നമസ്കാരം. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസ ഇല്ലാതെ പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാമെന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ പലരും ഒരു പ്രധാന കാര്യം പറയാറില്ല. വിസ ഇല്ലാതെ പോകാം എന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഒരേ നിയമമല്ല. അതിനാൽ ഈ വീഡിയോയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ഏത് രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുമെന്ന് വിശദമായി നോക്കാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. വിദേശയാത്രയ്ക്ക് 3 തരത്തിലുള്ള പ്രവേശന സംവിധാനങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് വിസ ഫ്രീ, അതായത് യാത്രയ്ക്ക് മുമ്പ് വിസ എടുക്കേണ്ടതില്ല. രണ്ടാമത്തേത് വിസ ഓൺ അറൈവൽ, അതായത് ആ രാജ്യത്തെത്തിയ ശേഷം വിമാനത്താവളത്തിൽ വിസ ലഭിക്കും. മൂന്നാമത്തേത് ഇ വിസ ഇലക്ട്രോണിക് ട്രാവൽ ഓത്തറൈസേഷൻ, അതായത് യാത്രയ്ക്ക് മുമ്പ് ഓൺലൈനായി അപേക്ഷിച്ച് അനുമതി വാങ്ങണം. അതുകൊണ്ട് ഈ 3 വിഭാഗങ്ങളും ഒരുപോലെയല്ല. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് വിസയില്ലാതെ പ്രവേശിക്കാവുന്ന പ്രധാന രാജ്യങ്ങളിൽ ഭൂട്ടാൻ, നേപ്പാൾ, മാലിദ്വീപ്, ബാർബഡോസ്, ഡൊമിനിക്ക, ഹെയ്തി, ജമൈക്ക, കുക്ക് ഐലൻഡ്സ്, ഫിജി, കിരിബാട്ടി തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. ഈ രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി വിസ എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സാധുവായ പാസ്പോർട്ട് നിർബന്ധമാണ്. അടുത്തതായി വിസ ഓൺ അറൈവൽ സൗകര്യമുള്ള രാജ്യങ്ങൾ നോക്കാം. കംബോഡിയ, ലാവോസ്, മഡഗാസ്കർ, കോമറോസ്, ബുറുണ്ടി, ജിബൂട്ടി, ഇന്തോനേഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ചില നിബന്ധനകൾ പാലിച്ചാൽ എത്തിയ ശേഷം വിസ ലഭിക്കും. എന്നാൽ ഓരോ രാജ്യത്തിന്റെയും നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഇനി ഈ വിസ അല്ലെങ്കിൽ ഓൺലൈൻ അനുമതി ആവശ്യമായ രാജ്യങ്ങൾ: മലേഷ്യ, കസാക്കിസ്ഥാൻ, എത്യോപ്യ, ഗിനിയ ബിസാവു, കെനിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനു മുമ്പ് ഓൺലൈനായി അപേക്ഷിച്ച് അനുമതി നേടണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിസ വേണ്ട എന്നത് സൗജന്യമായി യാത്ര ചെയ്യാമെന്നല്ല. വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം, യാത്രാ ചെലവ് എന്നിവ നിങ്ങൾ തന്നെ വഹിക്കണം. കൂടാതെ പല രാജ്യങ്ങളും റിട്ടേൺ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, ആവശ്യത്തിന് ബാങ്ക് ബാലൻസ്, ട്രാവൽ ഇൻഷുറൻസ് എന്നിവ ആവശ്യപ്പെടാം. ഇവ ഇല്ലെങ്കിൽ വിസയില്ലാത്ത രാജ്യമായാലും പ്രവേശനം നിഷേധിക്കാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല വീഡിയോകളിലും 30 അല്ലെങ്കിൽ 40 രാജ്യങ്ങളുടെ ലിസ്റ്റ് കാണിച്ചിട്ട് എല്ലാം വിസ ഫ്രീ രാജ്യങ്ങളാണെന്ന് പറയാറുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. ആ പട്ടികയിൽ വിസ ഫ്രീ രാജ്യങ്ങളും വിസ ഓൺ അറൈവൽ രാജ്യങ്ങളും ഈ വിസ രാജ്യങ്ങളും ഒരുമിച്ച് ചേർത്തതാണ്. അതിനാൽ വീഡിയോ മാത്രം വിശ്വസിച്ച് യാത്ര പ്ലാൻ ചെയ്യരുത്. യാത്ര ചെയ്യുന്നതിന് മുമ്പ് ആ രാജ്യത്തിന്റെ ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ പരിശോധിക്കുക. കാരണം വിസ നിയമങ്ങൾ കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. ശരിയായ വിവരങ്ങൾ അറിഞ്ഞ് യാത്ര ചെയ്താൽ മാത്രമേ അനാവശ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ നൽകുന്ന ഓരോ പിന്തുണയും ഈ ചാനലിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകും.